സിനിമ അഭിരാമി കണ്ടിറങ്ങി. എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്ക് വളരെയധികം വിശ്വാസവും എനിക്കൊരു ഉറപ്പും ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാരോട് കാണാൻ പറയാൻ. BGM നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതെ, അത്രയേ ഉള്ളൂ. ദുബായിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോഷ്നെസ് ഭയങ്കരമായിട്ട് അത് ഭയങ്കര റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിറക്ഷൻ ഗംഭീരമായിട്ടുണ്ട്. പിന്നെന്താ, ആക്ടേഴ്സ് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെയല്ലേടോ ഇത്. ഇപ്പോൾ ആർക്കാണെങ്കിലും അഭിരാമി ഈസ് എ വെരി സിമ്പിൾ റോൾ. അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആർക്കായാലും ചെയ്യാം. എൻ്റെ ഭാഗ്യത്തിന് അത് എൻ്റെ അടുത്ത് തന്നെ വന്ന് അത് ഭയങ്കര കണക്റ്റഡായി പോയി. മുസ്താഖ് സർ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, പ്ലേസ്മെൻ്റ് ആയാലും എല്ലാം നല്ല ഫ്ലോയിൽ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാം കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ആഹ്ലാദത്തിലാണ്. അത് അവരുടെ പ്രോബ്ലം. നോ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യണ്ട. എനിക്ക് എന്ത് മലയാള എടോ, സൈബർ ആക്രമണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം, കമൻറ്റ് സെക്ഷൻ ഉള്ളിടത്തോളം കാലം നെഗറ്റീവ് കമൻസും ഉണ്ടാവും. പിന്നെ ട്രോൾസിൻ്റെ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ട്രോൾസും ഉണ്ടാവും. നമുക്ക് നിർത്താൻ പറ്റില്ല. എത്ര കാലം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും? അപ്പോൾ നമ്മൾ നന്നാവുക എന്നുള്ളതേ നമ്മളിത് എങ്ങനെ നേരിടും എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യണേ. അതായത് അഭിരാമിയിൽ 2 ടൈപ്പ് വൈറൽ ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഒരാൾ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു വൈറൽ ആളുമാണ്, മറ്റാൾ ഫ്രീ ആയിട്ടുള്ള ഒരു വൈറൽ ആളുമാണ്. ആ ഒരു പോയിന്റ് ഉണ്ട്. ഒരാൾ ഭയങ്കര ട്രാപ്ഡ് ആണ്, മറ്റാൾ ഭയങ്കര ഫ്രീ ആണ്. അത് കാണിക്കുന്നുണ്ട് അതിൽ അല്ലേ സർ? എന്താ അഭിപ്രായം? ശരി, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിപ്പോൾ അങ്ങനെ ട്രോൾസ് കാണാറില്ല. ട്രോൾ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് കോമൻസൊക്കെ ഇല്ലല്ലോ. അതിപ്പോൾ കേട്ട അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുമെങ്കിലും ഞാൻ ഉടനെ അത് സ്വിച്ച് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യാതെ നിൽക്കുകയല്ല. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, അപ്പോൾ തന്നെ വിടും എന്നൊക്കെയുള്ളൊരു. അത് നമുക്കത് നിർത്താൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് നന്നാവാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്.